എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നരച്ച മുടിയെ വേരോടെ കറുപ്പിക്കാനും അകാല നര മാറ്റിയെടുക്കാനും പറ്റുന്ന അത്ഭുതകരമായ ഒരു ഡൈ ആണ്. അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ്. നീലയമരിയോ നെല്ലിക്കാപ്പൊടിയോ ഒന്നും തന്നെ വേണ്ട. നര വന്ന് തുടങ്ങുമ്പോൾ തന്നെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള മുടികൾ കൂടി നരച്ചു പോകും. ഇങ്ങനെ നരച്ചു പോകാതെ ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈകൾ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഇതിൽ യാതൊരു കെമിക്കലും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഏതൊരു പ്രായക്കാർക്കും ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഈ നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കാനായി ഞാൻ 1.5 കപ്പ് വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രൂ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും തന്നെ കട്ട കെട്ടാതെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ തിളച്ച് 1/4 കപ്പ് ആവുന്നത് വരെ പറ്റിച്ചെടുക്കുക. നല്ല സ്ട്രോങ് ആയിട്ടുള്ള 1/4 കപ്പ് ബ്രൂ കോഫിയാണ് നമുക്ക് വേണ്ടത്. കോഫിയിലും ചായയിലുമൊക്കെ ടാനിൻ എന്നൊരു കെമിക്കൽ ധാരാളമായി ഉണ്ട്. ടാനിൻ്റെ പ്രധാന ഗുണം തലമുടിയെ കറുപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡൈ ചെയ്യുമ്പോൾ കോഫി അല്ലെങ്കിൽ ടീ നിർബന്ധമായും എടുക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള 1/4 കപ്പ് ബ്രൂ കോഫിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനി ഒന്ന് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ് ആണ്. ഇതാണ് മെയിനായിട്ടും വേണ്ടത്. ഈ ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. മൊളാസസ് എന്ന് പറഞ്ഞാൽ കരിമ്പിൻ്റെ നീര് ചൂടാക്കി 3 പ്രാവശ്യം തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നതാണ്. ഇതിന് നല്ലൊരു കറുപ്പ് നിറമാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇത് ആമസോണിലും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു ലോങ് പ്രോസസ്സ് തന്നെയാണ്. ഈ ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വളരെ പ്രധാനമാണ്. അടുത്തതായി നമുക്ക് വേണ്ടത് ആപ്പിൾ സിഡർ വിനാഗറാണ്. ഇത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഈ ആപ്പിൾ സിഡർ വിനാഗർ ഉപയോഗിക്കുമ്പോൾ സ്കാൽപ്പിലുള്ള ചെറിയ ചെറിയ കുരുക്കളും ചൊറിച്ചിലും താരനും എല്ലാം മാറാൻ സഹായിക്കുന്നു. കൂടാതെ തലമുടിക്ക് നല്ല തിളക്കവും കിട്ടുന്നു. അതുപോലെ മുടിക്ക് നല്ല മൃദുത്വം കിട്ടാനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതകളും കുറയുന്നു. മുടിയുടെ എലാസ്റ്റിസിറ്റി വർദ്ധിക്കുന്നത് കൊണ്ട് ജലാംശം കൂടുതൽ കിട്ടുന്നു. ഫംഗൽ ഇൻഫെക്ഷൻ മാറാൻ ഇത് വളരെ നല്ലതാണ്. കൂടാതെ മുടി വളരാനും സഹായിക്കുന്നു. ഈ ആപ്പിൾ സിഡർ വിനാഗർ ഉപയോഗിക്കുമ്പോൾ ഡയല്യൂട്ട് ചെയ്ത് മാത്രമേ തേക്കാവൂ. ഇതൊരു ആസിഡ് ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കരുത്. ഇത് 3ഉം കൂടി 20 മിനിറ്റ് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. 20 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം മുടിയിൽ തേച്ച് കൊടുക്കുക. ഇതൊരു ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കുറച്ചൊന്ന് ടൈറ്റ് ആക്കി എടുക്കാനായി 1 സ്പൂൺ ഹെന്ന പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഹെന്ന പൗഡറും മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് 4ഉം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പ്രോസസ്സ് വളരെ പ്രധാനമാണ്. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. അകാല നരയുടെ തുടക്കക്കാർക്ക് തീർച്ചയായും ഈ ഹെയർ ഡൈ യൂസ് ചെയ്താൽ പുതിയ മുടികൾ വരുന്നത് നന്നായി കറുത്ത് വരാൻ സഹായിക്കുന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ മുടിയിലാണ് ഈ ഡൈ ചെയ്ത് കാണിക്കുന്നത്. നോക്കൂ, ഉള്ളിലെ മുടിയെല്ലാം നല്ലതുപോലെ തന്നെ നരച്ചിട്ടുണ്ട്. നേരത്തെ ഇതിനേക്കാളും നരയുണ്ടായിരുന്നു. ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈകളും കറിവേപ്പിലയൊക്കെ ഇട്ട് കാച്ചിയ എണ്ണയുമൊക്കെ തുടർച്ചയായി ഉപയോഗിച്ചാണ് ഇത്രയും നരയായി കുറച്ചെടുക്കാൻ പറ്റിയത്. ആദ്യം എണ്ണമയമില്ലാത്ത രീതിയിൽ മുടി നന്നായി വാഷ് ചെയ്യുക. താളിയോ ചെറുപയർ പൊടിയോ ഏതെങ്കിലും മൈനർ ആയിട്ടുള്ള ഷാമ്പുവോ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം വേണം ഈ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. മുടിയുടെ അടിഭാഗം മുതൽ നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കണം. ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഈ ബ്രഷിൻ്റെ താഴ്ഭാഗം കൊണ്ട് മുടി കുറച്ചായി വകഞ്ഞു മാറ്റി കൊടുത്ത് ഇങ്ങനെ മുടിയുടെ അടിവശം മുതൽ നല്ലതുപോലെ തന്നെ ഡൈ തേച്ച് കൊടുക്കാൻ പറ്റും. ഒരു പെർഫെക്ഷൻ കിട്ടാനായിട്ട് ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതുപോലെ കവർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ എല്ലാ വശത്തും ഒരുപോലെ ചെയ്യാനും പറ്റും. ഇപ്പോൾ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ മുതലേ നരയുടെ പ്രശ്നമുണ്ട്. കുട്ടികൾക്കൊക്കെ മുടി നരയ്ക്കുമ്പോൾ കെമിക്കൽ ഡൈ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. നമ്മൾ കെമിക്കൽ ഡൈ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് മുടി മാത്രമാണ് നരച്ചതെങ്കിൽ പോലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കറുത്ത മുടിയിലേക്കും ഡൈ ആവാറുണ്ട്. അതുകൊണ്ട് സ്ഥിരമായി നമ്മൾ ഈ കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ കറുത്ത മുടിയും പെട്ടെന്ന് തന്നെ നരയ്ക്കുന്നതായി കാണുന്നു. അങ്ങനെ നര കൂടിക്കൂടി വരുന്നു. അതുകൊണ്ട് ചെറുപ്രായത്തിലൊക്കെ ഒരു കാരണവശാലും കെമിക്കൽ ഡൈ യൂസ് ചെയ്യരുത്. അതുതന്നെയുമല്ല, കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ മുടി കൂടുതൽ ഡ്രൈ ആവുകയും പലർക്കും അലർജി ആവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ നാച്ചുറൽ ഹെയർ ഡൈ മുടിക്ക് നല്ലൊരു തിളക്കവും നല്ല ആരോഗ്യവും തന്ന് മുടി നന്നായി വളരാനും സഹായിക്കുന്നു. മുടി നരയ്ക്കാത്തവർക്ക് പോലും ഇത് അപ്ലൈ ചെയ്യാം.
അകാല നര എന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും സ്ട്രെസ്സ് കൂടുതലായി ഉള്ളവർക്ക് മുടി പെട്ടെന്ന് തന്നെ നരയ്ക്കാറുണ്ട്. മുടിയുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറ്റണമെങ്കിൽ മുടിയെ മാത്രം നോക്കാതെ ശരീരവും ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം കുടിക്കുക, നല്ലതുപോലെ ഉറങ്ങുക, നല്ല ഇലക്കറികളും പച്ചക്കറികളും കഴിക്കുക, കൂടാതെ നട്ട്സ്, സീഡ്സുകൾ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് നന്നായി മുടിയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം 1/2 മുതൽ 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞ ശേഷമുള്ള റിസൾട്ടാണിത്. ലൈവായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ ഇവിടെയൊക്കെ എത്രമാത്രം നരയുണ്ടായിരുന്നു. നല്ല ഒരു മാറ്റം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നരച്ച മുടിക്ക് ഒരുപാട് മാറ്റവും വന്നു. അതുപോലെ തന്നെ കറുപ്പ് മുടിക്ക് കുറച്ചുകൂടി കറുപ്പ് നിറം കിട്ടിയിട്ടുമുണ്ട്. ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ച് അപ്ലൈ ചെയ്യുക. അങ്ങനെ 1 മാസം അടുപ്പിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പൂർണ്ണ റിസൾട്ട് കിട്ടും. 100% റിസൾട്ട് ഉറപ്പാണ്. ഹെന്ന പൗഡർ ഒഴിവാക്കിയും നമുക്ക് ഈ ഡൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ബ്രൂ കോഫിയും ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസും ആപ്പിൾ സിഡർ വിനെഗറും ചേർത്ത് 20 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം മുടിയുടെ അറ്റം മുതൽ നല്ലതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് 3 കൂടി മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തതാണിത്. അപ്പോൾ ഈ ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഇതിനു വേണ്ടി 5-6 കരിമ്പ് വെട്ടിയെടുത്ത് ഇതുപോലെ ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ കട്ടിയുള്ള ഈ പുറം ഭാഗം ഒന്ന് ചെത്തിക്കളയണം. നമുക്ക് കടകളിലൊക്കെ മിഷൻ വഴി ജ്യൂസ് എടുക്കുന്നത് പോലെ വീടുകളിൽ എന്തായാലും എടുക്കാൻ പറ്റില്ല. വീടുകളിൽ ആകെ ആശ്രയം മിക്സി മാത്രമാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള ചോപ്പറൊക്കെ കൊണ്ട് ഉരച്ചുരച്ച് നീരെടുക്കാൻ പറ്റും. എല്ലാം ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി മിക്സിയുടെ ചോപ്പ് ചെയ്യുന്ന ജാറിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് ചതച്ചെടുക്കുക. കുറച്ച് കുറച്ചായി മാത്രമേ ഇട്ട് കൊടുക്കാവൂ. മുഴുവനും ഞാൻ ഇതുപോലെ തന്നെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്നുകൂടി അരച്ചു കൊടുത്താൽ മാത്രമേ നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിനി മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുക. വെള്ളം ചേർത്ത് കൊടുത്താൽ മാത്രമേ അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് വേണം ഓരോ പ്രാവശ്യവും അരച്ചെടുക്കാൻ. ഇങ്ങനെ അരച്ചെടുക്കുന്നത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്താൽ കണ്ടോ താഴേക്ക് ജ്യൂസ് വരുന്നത് കാണാൻ പറ്റും. മുഴുവനും ഇങ്ങനെ തന്നെ അരച്ചെടുക്കുക. ഇപ്പോൾ ഇത്രയും ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ അരച്ചു വെച്ചിരിക്കുന്നത് ഞാനൊരു തുണിയിലൂടെ പിഴിഞ്ഞ് അതിൻ്റെ ബാലൻസ് നീരും കൂടി എടുക്കുന്നുണ്ട്. വെള്ളവും കൂടെ ചേർത്ത് അരച്ചതുകൊണ്ട് എനിക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ശരിക്കും ഇതൊരു ലോങ് പ്രോസസ്സ് തന്നെയാണ്. ഗ്യാസിലൊക്കെ വെച്ച് വറ്റിക്കാൻ നോക്കിയാൽ അരക്കൂറ്റി ഗ്യാസ് തന്നെ വേണ്ടി വരും. ഞാനിത് വിറകടുപ്പിൽ വെച്ചാണ് വറ്റിച്ചെടുക്കുന്നത്. കുറച്ച് വറ്റി വരുമ്പോൾ ഇതുപോലെ പതഞ്ഞ് പാട പോലെ മുകളിൽ വരും. അതങ്ങ് വെട്ടി മാറ്റിക്കളയണം. പാടയൊക്കെ വെട്ടി മാറ്റിയ ശേഷം ഇളക്കി കൊടുക്കാൻ സൗകര്യത്തിന് വേണ്ടി ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ പറ്റി വരണം. എനിക്കൊരു 3 മണിക്കൂർ എടുത്തു ഇത്രയും വറ്റി വരാൻ. നല്ലതുപോലെ ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഇത്രയും വറ്റി വരുമ്പോൾ വിറകൊക്കെ മാറ്റിയ ശേഷം വാങ്ങി വെക്കുക. ഇതിനി നല്ലതുപോലെ തണുക്കണം. തണുത്തതിന് ശേഷം വീണ്ടും ചൂടാക്കാനായി വെക്കുക. വീണ്ടും ചൂടാക്കി നല്ലതുപോലെ പറ്റിച്ചെടുക്കുക. ഞാനിത് ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ നല്ലതുപോലെ വറ്റിച്ചെടുത്താണ് ബ്രൗൺ ഷുഗർ ഉണ്ടാക്കുന്നത്. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. പൊട്ടാസ്യം, അയൺ, മഗ്നീഷ്യം, വൈറ്റമിൻ B6 എല്ലാം അടങ്ങിയിരിക്കുന്നു. ഈ ഒരു പരുവമാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം വീണ്ടും തണുക്കാനായി വെക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി തിളപ്പിക്കുക. ഈ ഒരു പരുവമാകുമ്പം ഗ്യാസ് നിർത്തുക. ബ്ലാക്ക് സ്ട്രാപ്പ് മൊളാസസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ലതുപോലെ തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കുക. ഇത് തലയിൽ തേക്കാൻ മാത്രമല്ല, നമുക്ക് കഴിക്കാനും വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം കോപ്പർ അടങ്ങിയിരിക്കുന്നു. കൂടാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല മിനറൽസും അടങ്ങിയിരിക്കുന്നു. ഈ കോപ്പറും മിനറൽസും എല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മെലാനിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നത്. മെലാനിൻ കുറയുമ്പോഴാണ് മുടിയുടെ കറുപ്പ് നിറം പോകുന്നത്. മെലാനിൻ കൂടുമ്പോൾ കറുപ്പ് നിറം വർദ്ധിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ച് 1 മാസം അടുപ്പിച്ച് ഉപയോഗിച്ചാൽ ഉറപ്പായും നല്ല റിസൾട്ട് തന്നെ കിട്ടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.